ചൈനീസ് വിപ്ലവം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നതെന്ന് ഉത്തരം 1949. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതെന്ന് ഉത്തരം 1921. 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. ചിയാങ് കൈഷക് എന്ന ഏകാധിപതിക്കെതിരെ ലോങ് മാർച്ച് സംഘടിപ്പിച്ചതാര്? ഉത്തരം മാവോ സേതൂങ്. ഇത് 1934 മാവോ സേതൂങ്ങാണ് ചിയാങ് കൈഷക് എന്ന ഏകാധിപതിക്കെതിരെ ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. ഇത് 1934 മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന ഏത്? ഉത്തരം റെഡ് ആർമി. റെഡ് ആർമിയാണ് മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേന. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രഖ്യാപിച്ച ചൈനീസ് നേതാവ് ആര്? ഉത്തരം മാവോ സേതൂങ്. മാവോ സേതൂങ്ങാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രഖ്യാപിച്ച ചൈനീസ് നേതാവ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നതെന്ന് ഉത്തരം 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം മാവോ സേതൂങ്. മാവോ സേതൂങ് ആണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റ്. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് എന്ന് ഉത്തരം 1789. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്ന് ഉത്തരം 1789 ജൂൺ 20. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആര്? ലൂയി 16. ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ജൂലൈ 14. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത്. 1688 മഹത്തായ വിപ്ലവകാലത്തെ ഇംഗ്ലണ്ടിലെ രാജാവാര്? ഉത്തരം ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമനാണ് 1688 മഹത്തായ വിപ്ലവകാലത്തെ ഇംഗ്ലണ്ടിലെ രാജാവ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാര്? ഉത്തരം തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏത്? ഉത്തരം സീൻ നദി. സീൻ നദിയാണ് 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആര്? ഉത്തരം ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ. ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളാണ്? ഉത്തരം ബീഹാർ, ഉത്തർപ്രദേശ്. ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത്.